തൃപ്പൂണിത്തുറയിൽ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി കൃത്യമായി ഒഴിഞ്ഞു കിടന്നിട്ടും പാലക്കാട്ടേക്ക് രമേശ് പിഷാരടിയെ കെട്ടിയിറക്കിയതിന്റെ പിന്നിലെ ഏറ്റവും വലിയ ചർച്ചകളാണ് പാലക്കാട്ട് നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവ നേതാക്കളുടെ ഒരു ദ്വയമുണ്ടല്ലോ. കോൺഗ്രസിനെ ഏതു സമയത്തും ഏതു പ്രതിസന്ധിയിലേക്കും തള്ളിവിട്ടാലും തങ്ങൾ വിചാരിക്കുന്നത് നടക്കണമെന്ന് ഇങ്ങനെ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഷാഫി രാഹുൽ ഹെഡ് മാസ്റ്റർ ശിഷ്യൻ ബന്ധം, അതിന്റെ ഏറ്റവും വലിയ പിന്നാമ്പുറ കഥകളാണ് പുറത്തേക്ക് വരുന്നത്. പാലക്കാട് കേന്ദ്രീകരിച്ചു വരുന്ന വാർത്തകളെ കൃത്യമായി അവലോകനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് 6 മാസത്തിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ നിന്ന് കൃത്യമായ പ്ലാനിങ്ങുകളോടുകൂടി മോചിതനായി വന്നാൽ പിഷാരടി മാറിക്കൊടുക്കും. ഷാഫി പറമ്പിലിന്റെ നിർദ്ദേശമാണത്. പിഷാരടി മാറിക്കൊടുത്ത് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പാലക്കാട്ടെ ജനങ്ങളെ കടത്തിവിടുന്ന കൃത്യമായ തന്ത്രങ്ങൾ അണിയറയിൽ ആവിഷ്കരിച്ചുകൊണ്ടാണ് രാഹുലും ഷാഫിയും ഇപ്പോൾ രമേശ് പിഷാരടിയെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നോക്കൂ നിങ്ങൾ, ഇതിനെ ഉൾക്കാമ്പുകളിലേക്ക് ഇറങ്ങി നമ്മൾ അനുമാനം ചെയ്യുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അത്. കാരണം രമേശ് പിഷാരടി എന്ന് പറയുന്ന ഒരു നേതാവ് കൃത്യമായ രാഷ്ട്രീയ ചർച്ചകളിൽ ഇടപെടാത്ത ഒരാളാണ്. കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ ഒരു മൃദു സമീപനത്തോടെ കൊണ്ടുപോകുന്ന ആളാണ്. പാലക്കാട് പോലെ ഒരു ഷുവർ സീറ്റാണ് എന്ന് കോൺഗ്രസ് പറയുന്നിടത്ത് പാലക്കാട് രമേശ് പിഷാരടി വന്നിട്ട് വലിയ ചലനങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഒരു സീറ്റ് നേടിയെടുത്തിട്ട് ഒരു വിജയം നേടിയെടുക്കുക, നെക്ക് ടു നെക്ക് മാർജിനിലെങ്കിലും, എന്നിട്ട് പറയുന്നിടത്ത് അനുസരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു 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 വളരെ ചെറിയ ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു നിലപാടിലേക്ക് കൊണ്ടുവന്ന് പിഷാരടിയെ മാറ്റി അവിടെ വീണ്ടും രാഹുലിനെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതിന് ശ്രീകണ്ഠൻ അടക്കമുള്ള MP അടക്കമുള്ളവരുടെ മൗന സമ്മതവും കൂടി ഉണ്ട് എന്ന് മനസ്സിലാവുകയാണ്. കൃത്യമായി ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ രാഹുലിനെ മൗന സമ്മതത്തോടു കൂടിയാണ് പാർട്ടി നേതാക്കൾ പുറത്തിരുത്തിയിരിക്കുന്നത്. ഇന്ന് അടൂരിലേക്കുള്ള വഴിയെ പഴകുളം മധുവിന്റെ റോഡ് ഷോയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെറിയ രീതിയിലെങ്കിലും പങ്കെടുക്കുകയും ചെയ്തു. മധു എന്ന സ്ഥാനാർത്ഥിയോട് ചോദിച്ചു, എന്താണ് രാഹുൽ വന്നതിൽ അപ്രതീക്ഷിതമായി എത്തിയ ഗസ്റ്റിനെ കുറിച്ച് എന്തു പറയുന്നു എന്ന് പറയുമ്പോ, ഞങ്ങളുടെ സഹപ്രവർത്തകനല്ലേ, ഞങ്ങളുടെ കൂടെയുള്ള ആളല്ലേ, ഒരു തെറ്റുമില്ല എന്ന് പറയുന്നു. അങ്ങനെ ഏത് സമയത്തും തിരിച്ചെടുക്കാവുന്ന ഒരു നേതാവായി, ഒരു ഹിഡൻ അജണ്ട ഉള്ള ഒരു പുറത്താക്കലായി മാത്രമേ രാഹുലിനെ നമുക്ക് കാണുവാനും കഴിയൂ. അതുകൊണ്ട് തന്നെ പിഷാരടിയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കി ഒരു ഡമ്മിയാക്കി ഏത് സമയത്തും കോൺഗ്രസിന് ഒരു നിലപാട് മാറ്റാനുള്ള ശ്രമവും പാലക്കാട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്.